പക്ഷേ ഫിഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തലയാട്ടാൻ കഴിയും. ഫിഞ്ച് അവിശ്വസനീയമാംവിധം ആവേശഭരിതനാകുന്നു. സംസാരിക്കുന്നതിലെ പ്രശ്നം പരിഹരിക്കാൻ ഉടൻ തന്നെ പ്രവർത്തിക്കുന്നു. അത് റോബോട്ടിനെ ഒടുവിൽ സംസാരിക്കാൻ അനുവദിക്കുന്നു. ഇത് ഗുഡ്ഡിയറിനെ കുറയ്ക്കാൻ കാരണമാകുന്നു. റോബോട്ട് ജെഫ് എന്ന പേര് തിരഞ്ഞെടുക്കുന്നു. ഫിഞ്ച് സ്കാൻ ചെയ്ത പുസ്തകങ്ങളിൽ നിന്നുള്ള ധാരാളം കാര്യങ്ങൾ തനിക്കറിയാമെന്ന് തെളിയിക്കുന്നു. എന്നാൽ മനുഷ്യരെ ദ്രോഹിക്കരുതുപോലുള്ള ഫിഞ്ച് പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങൾ അതനുസരിക്കുകയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം നാലാമത്തേതാണ്. അത് ഫിഞ്ച് പോയ ശേഷം ഗുഡ്ഡിയറിനെ സംരക്ഷിക്കണം എന്നതാണ്. പെട്ടെന്ന് കെട്ടിടത്തിലെ വൈദ്യുതി നിലയ്ക്കുന്നു. കാറ്റാടിയന്ത്രം വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ഫിഞ്ചിന് പുറത്തു പോകേണ്ടിവരുന്നു. ജെഫ് ഗുഡ്ഡിയറുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നായ ജെഫിന്റെ കാലിൽ മൂത്രമൊഴിക്കുന്നു. ആ നിമിഷം ഫിഞ്ച് ഒരു വലിയ കൊടുങ്കാറ്റ് അടുത്തുവരുന്നത് ശ്രദ്ധിക്കുകയും വേഗം അകത്തേക്ക് ഓടുകയും ജെഫിനെ കാലാവസ്ഥാ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 4 വ്യത്യസ്ത കൊടുങ്കാറ്റുകൾ വരുമെന്നും അവ കൂടിച്ചേർന്ന് 40 ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു മഹാകൊടുങ്കാറ്റായി മാറുമെന്നും അത് വെളിപ്പെടുത്തുന്നു. അത്തരമൊരു ദുരന്തത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയില്ല. അതിനാൽ അവർ എത്രയും പെട്ടെന്ന് പോകണമെന്ന് ഫിഞ്ച് തീരുമാനിക്കുന്നു. ഒടുവിൽ തന്റെ പീച്ച് ടിൻ കഴിക്കുന്നതിനിടയിലും മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അവഗണിച്ചും അദ്ദേഹം തന്റെ ഭൂപടത്തിലേക്ക് നോക്കുന്നു. പടിഞ്ഞാറ് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുക എന്നതാണ് തങ്ങളുടെ ഏക അവസരമെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് അദ്ദേഹം ജെഫിന്റെ പൂർണ്ണ ശരീരം നിർമ്മിക്കുകയും ഡാറ്റ ട്രാൻസ്ഫർ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഡാറ്റ 72% മാത്രമേ ലഭിക്കൂ എന്നതിനാൽ അത്ര നല്ലതല്ല. പക്ഷേ അവർക്ക് സമയമില്ല. റോബോട്ടിന്റെ ശരീരം തലയുമായി ബന്ധിപ്പിക്കുകയും ജെഫ് വിജയകരമായി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഫിഞ്ച് അവനെ നടക്കാൻ പഠിപ്പിക്കുന്നു. ഇത് ഗുഡ്ഡിയറിനെ കൂടുതൽ കുറയ്ക്കാൻ കാരണമാകുന്നു. കുറച്ചു തവണ വീഴുന്നുണ്ടെങ്കിലും താമസിയാതെ ജെഫ് അത് പഠിക്കുന്നു. അതിനുശേഷം അവർക്കാവശ്യമായേക്കാവുന്ന എല്ലാ സാധനങ്ങളും ഫിഞ്ച് പായ്ക്ക് ചെയ്യുന്നു. തന്റെ പോസ്റ്റ് കാർഡുകളുടെ ശേഖരവും ഒപ്പം കരുതുന്നു. ഡ്വെയ് എല്ലാ സാധനങ്ങളിലും തട്ടുന്നു. അതിനാൽ ഫിഞ്ച് ഒരു സുരക്ഷാ ക്യാമറ ഉപയോഗിച്ച് അവന് പുതിയ കണ്ണുകൾ നൽകുന്നു. തുടർന്ന് സംഘം ഒരു ആർവിയിൽ കയറി യാത്ര തുടങ്ങുന്നു. യാത്രക്കിടയിൽ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ മരുഭൂമിയാണെന്ന് അവർ കാണുന്നു. ഫിഞ്ച് ജെഫിനോട് കാട്ടുപൂക്കളുടെയും തേനീച്ചകളുടെയും കാലത്തെക്കുറിച്ച് പറയുന്നു. ജെഫിന്റെ തലയ്ക്കുള്ളിൽ ഒരു അയഞ്ഞ ഭാഗമുണ്ട്. അതിനാൽ അവർ ഒരു പുതിയ നഗരത്തിലെത്തുമ്പോൾ അവനെ നന്നാക്കാൻ ഫിഞ്ച് നിർത്തുന്നു. ഫിഞ്ച് ജോലി ചെയ്യുമ്പോൾ ജെഫ് പോസ്റ്റ് കാർഡ് ശേഖരം നോക്കുകയും ഒരു സാൻ ഫ്രാൻസിസ്കോ പോസ്റ്റ് കാർഡ് ഫിഞ്ച് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ അമ്മാവനാണ് അയച്ചതത്രേ. ജെഫിന് സിഡ്നി പോസ്റ്റ് കാർഡ് ഇഷ്ടപ്പെടുന്നു. അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് വളരെ ദൂരമായതിനാൽ പകരം ഗോൾഡൻ ഗേറ്റ് കാണുന്നതിൽ ആവേശഭരിതനാകാൻ അവൻ സമ്മതിക്കുന്നു. നന്നാക്കൽ പൂർത്തിയാക്കിയ ശേഷം സാധനങ്ങൾ എടുക്കാൻ പുറത്തേക്ക് പോകുമെന്ന് ഫിഞ്ച് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഇത്തവണ ഫിഞ്ച് ജെഫിനെയാണ് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഡ്വെയ് നിരാശനാകുന്നു. അവർ തെരുവിലൂടെ നടക്കുമ്പോൾ ഫിഞ്ച് ജെഫിനെ സാധനങ്ങൾ എടുക്കുന്നതിന്റെ അടിസ്ഥാനകാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. ഒടുവിൽ അവർ ഒരു സിനിമാശാല കണ്ടെത്തുന്നു. വാതിൽ ഒരു ചങ്ങല കൊണ്ട് പൂട്ടിയിരിക്കുന്നു. പക്ഷേ ഭാഗ്യവശാൽ ജെഫിന് അത് വലിച്ചു തുറക്കാൻ മാത്രം ശക്തിയുണ്ട്.